കടലപ്പരിപ്പ് കൊണ്ട് ധാബ സ്റ്റൈലിൽ തയ്യാറാക്കുന്ന കറി നമുക്ക് ചപ്പാത്തിക്കൊപ്പം നല്ല ജീര റൈസ്, പുലാവ്, പൊറോട്ട ഒക്കെ നമുക്ക് വിളമ്പാവുന്ന ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം എണ്ണയും നെയ്യും എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണയില, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, കൂടെ താളിക്കാനായിട്ട് കടുക്, ചുമന്ന മുളക്, ചതച്ച മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പം ഒരു 3 ടീസ്പൂണോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് ചേർത്താൽ മതി എന്നുള്ളവർക്ക് ശകലം കുറച്ച് ചേർക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് അതിൻ്റെ നിറം നന്നായിട്ട് മാറി വരുമ്പോൾ 2 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് സവാള ഒന്ന് വാടി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ട് കടലമാവും കൂടെ ചേർക്കുന്നുണ്ട്. ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടുകയും ചെയ്യും, കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുകയും ചെയ്യും. ധാബ സ്റ്റൈലിൽ തയ്യാറാക്കുന്നത് കൊണ്ടാണ് കടലമാവ് ചേർത്തിരിക്കുന്നത്. എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കടലമാവിൻ്റെ ആ പച്ചമണം മാറുകയും വേണം, മസാലപ്പൊടികളൊന്ന് മൂത്ത് കിട്ടുകയും വേണം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കുക. കടലമാവ് ഇപ്പോൾ 2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് കൊഴുപ്പിന് ചേർത്തിട്ടില്ല. 4 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചത് നന്നായിട്ട് കഴുകിയാണ് ചേർത്തിരിക്കുന്നത്. 1.5 കപ്പ് കടലപ്പരിപ്പ് 1 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി മാറ്റിയിട്ട് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു 4 മുതൽ 5 കപ്പ് വരെ വെള്ളം ചേർക്കുക. നല്ല കട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ 3-3.5 കപ്പോളം ചേർക്കുക. എന്നിട്ട് ആവശ്യാനുസരണം വേണം എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം 5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. കടലപ്പരിപ്പ് നന്നായിട്ട് വേകണം, എന്നാൽ വെന്ത് കുഴഞ്ഞു പോകണ്ട. അത് പ്രത്യേകമായിട്ട് ശകലം കാണുകയും വേണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. സ്വാദിന് ആവശ്യമുള്ള ഉപ്പ്, മല്ലിയിലയും അവരവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അവസാനം ശകലം മല്ലിയില ചേർത്ത് നമുക്ക് അലങ്കരിക്കുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. കൂടെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച് ചാറ് അവരവരുടെ എത്രയാണോ ഇഷ്ടം അതനുസരിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ ശകലം ചാറോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കറി ഇപ്പം ഫുൽക്കയുടെ കൂടെയാണ് വിളമ്പുന്നത്, അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, ജീര റൈസ് അല്ല ചോറിനൊപ്പം നമുക്കിതേ കറി വിളമ്പാവുന്നതാണ്. വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ കടലപ്പരിപ്പ് കറി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. വളരെ സ്വാദിഷ്ടവുമാണ്. ഈ രീതിയിൽ കടലപ്പരിപ്പ് കറി തയ്യാറാക്കി നോക്കുക. ഇതിപ്പം ഫുൽക്കയുടെ കൂടെയാണ് വിളമ്പിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.